നമ്മൾ എല്ലാ വർഷത്തെയും പോലെ വീണ്ടും നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോടൊക്കെ സ്വാഗതം അർപ്പിക്കുക എന്നൊരു ചടങ്ങിലേക്ക് എന്നോട് കിടക്കണമെന്ന് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമിന്റെ ചാർട്ടൊക്കെ നോക്കിയപ്പോൾ മത്തയെ പറഞ്ഞായിരുന്നു, സിജോയ് ഒന്ന് എല്ലാവർക്കും സ്വാഗതം പറയണം. അപ്പോൾ കാര്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ ചെറുതായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, പറയണമെന്നാണോ അത് പറയേണ്ടതാണോ, ചെറുതായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോകണമെന്നാണോ? അതാണ് നമ്മുടെ ഈ ഭാഷയുടെ കുഴപ്പം. നീ എന്നോടത് പറയരുതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്നോട് 4 അർത്ഥങ്ങൾ. നീ എന്നോടത് പറയുകയായിരുന്നു, മത്തായി നീ എന്നോട് പറയരുതായിരുന്നു, അല്ലെങ്കിൽ നീ എന്നോടത് പറയരുതായിരുന്നു, വേറെ എന്തെങ്കിലും പറഞ്ഞു. നീ എന്നോട് അത് പറയരുത്, നീ എന്നോട് അത് പറയരുതായിരുന്നു, വേണമെങ്കിൽ ചെയ്തു. അങ്ങനെ ഭാഷയുടെ ശബ്ദതലങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ നമ്മുടെയൊക്കെ ഈ കൂട്ടായ്മയും, ഭാഷ പോലെ തന്നെ വ്യത്യസ്തമായ നമ്മുടെ ഈ കൂട്ടായ്മയും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിൽ കുടിയേറി വന്ന് ഇവിടെ പലയിടത്ത് നിൽക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ ആ ഭാഷയുടെ ശബ്ദവിസ്മയങ്ങൾ പോലെ തന്നെ നമ്മുടെ ശബ്ദവിസ്മയങ്ങളും നമ്മുടെ സ്വരചേർച്ചയില്ലായ്മകളും അതെല്ലാമാണ് നമ്മളെ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ കൊച്ചുമക്കൾ ഇന്നിരിക്കുന്നുണ്ട്. ഇന്നിവിടെ ഇപ്പോൾ വടംവലി ഉണ്ടാവും, ഇല്ല വടംവലി ഉണ്ടാവില്ലേ, ടഗ് ഓഫ് വാർ. അപ്പൊ ഈ വടംവലിക്ക് നമ്മൾ എന്തിനാ വടംവലിക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മത്സരത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത്? വിജയിക്കാനല്ലേ? പക്ഷെ വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ, ആ പരാജയങ്ങളിലൂടെ വിജയത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് നമ്മൾ ഇന്ന് ഓർത്തിരിക്കണം. പണ്ടുള്ളവർ പറയാറുണ്ടായിരുന്നു, പരാജയങ്ങൾ വിജയങ്ങളുടെ ചവിട്ടുപടിയാണ്. അത് പറയുമ്പോൾ ചെറിയ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പോകാം. സ്വിറ്റ്സർലാൻഡിലെ സൂറിക് എന്ന് പറയുന്ന ഒരു നഗരം ഉണ്ടായിരുന്നു. അവിടെ സൂറിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സൂറിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് വലിയൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ അഡ്മിഷൻ കിട്ടാനായി ഒരു 16 വയസ്സുകാരൻ ആ സൂറിക് നഗരത്തിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചുമ്മാ ഒന്ന് അഡ്മിഷൻ കിട്ടത്തില്ല, നിങ്ങളൊരു എൻട്രൻസ് എക്സാം എഴുതണം. ഇവിടെ നമ്മുടെ പിള്ളേര് OC ടെസ്റ്റ്, ഓപ്പർച്യൂണിറ്റി ടെസ്റ്റ്, പിന്നെന്താ സാധനമല്ലോ സെലക്റ്റീവ്, മറന്നുപോയി. ഈ സെലക്റ്റീവ് ഒക്കെ എഴുതത്തില്ല, അതുപോലെ തന്നെ ഒരു എൻട്രൻസ് എക്സാം. അവർ എൻട്രൻസിൽ ഇരുന്നു, എക്സാം എഴുതി. കണക്കിലും സയൻസിലും ഒക്കെ വളരെ നല്ല മാർക്കുള്ള ഒരു കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ് കുറവായിരുന്നു, ഐക്യു കുറവായിരുന്നു എന്ന് പറഞ്ഞ് അവനെ അവിടെ അഡ്മിഷൻ കൊടുത്തില്ല. ആ സൂറിക് നഗരത്തിൽ കൂടെ വിങ്ങലോടുകൂടി ആ കൊച്ചുകുഞ്ഞ് 16 വയസ്സുകാരി തിരിച്ചു മടങ്ങിപ്പോയി. അന്ന് അവിടെ എൻട്രൻസ് എഴുതി അവിടെ അഡ്മിഷൻ കിട്ടിയ മറ്റ് പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും പേര് ചോദിച്ചാൽ എനിക്ക് അവരാരെയും അറിയില്ല. പക്ഷെ അന്ന് അവിടെ അഡ്മിഷൻ കിട്ടാതെ വേദനിച്ച നഗരത്തിലൂടെ തിരിച്ചിറങ്ങി നടന്നു പോയവന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പിന്നീട് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം നാഴികനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. നിങ്ങളൊക്കെ റേഡിയോ കണ്ടിട്ടുണ്ടോ, അല്ല കേട്ടിട്ടുണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ വളരെയധികം ഈ TV-യും നിന്റെയും ഗെയിമുകളൊക്കെ വരുന്നതിന് മുന്നേ വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു റേഡിയോ. എൻ്റെ ചേട്ടൻ എനിക്കൊരു കൊച്ചു റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക്സിനോടുള്ള ആഭിമുഖ്യം കാരണം ഒരു ചെറിയ റേഡിയോ തട്ടിക്കൊണ്ട് തന്നിരുന്നു. ഞാൻ അതിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിരുന്നു. അതിലായിരുന്നു ഞാൻ എൻ്റെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ടിരുന്നു. വലിയ കലാകാരനൊന്നും അല്ലെങ്കിലും ഗാനം ആസ്വദിച്ചിരുന്നു. ഈ റേഡിയോ ഞാനൊക്കെ ജനിക്കുന്നതിന് ഒരു 10-15 വർഷം മുന്നേ കേരളത്തിൽ തിരുവനന്തപുരത്തായിരുന്നു ആകാശവാണിയുടെ ആസ്ഥാനം. അവിടെ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട് ഒരു ജോലിക്ക് അപേക്ഷിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ജോലിക്ക് അപേക്ഷിച്ചു. സൗന്ദര്യമല്ലല്ലോ, TV അല്ലല്ലോ, ശബ്ദമല്ലേ അതിലെ പ്രധാന പങ്കാളിത്തം. അപ്പൊ ശബ്ദം ടെസ്റ്റ് ചെയ്യണം, ഒഡീഷന് പോകണമെന്ന് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരുടെയൊക്കെ അടുത്തുനിന്ന് ട്രെയിനിൽ കാശ് മേടിച്ച ചെറുപ്പക്കാരൻ യാത്രയായി. തിരുവനന്തപുരത്ത് ചെന്നു. അവിടുത്തെ വിദഗ്ധ സമിതി അദ്ദേഹത്തിന്റെ ശബ്ദം പരീക്ഷിച്ചു. വിധി എഴുതി, കോയ നിന്നെ കൊണ്ടാവില്ല, എൻ്റെ ശബ്ദം ഇതിന് പോരാ, ശബ്ദമാധുര്യമില്ല, ആൾക്കാർക്കൊരു ഇമ്പം നൽകുന്നില്ല, നിങ്ങളെ എനിക്ക് എടുക്കാൻ പറ്റില്ല. മനസ്സിൽ വിങ്ങി പൊട്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാരനും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു കയറി. ആ കടം മേടിച്ച കാശ് കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു 6 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു. എയർ ഇന്ത്യയിൽ നിന്നായിരുന്നു. യു ആർ ദ മോസ്റ്റ് വാല്യൂഡ് കസ്റ്റമർ ആൻഡ് യു ആർ ദ ഫ്രീക്വന്റ് ഫ്ലയർ ഫോർ ദ ഇയർ. ഈ വർഷം ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വിമാനത്തിൽ യാത്ര ചെയ്തതാണ് അങ്ങേക്കുള്ള ഉപഹാരം. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കേരള സാഹിത്യ നാടക അക്കാദമിയുടെ മറ്റൊരു കത്ത് വന്നു. ഞങ്ങളുടെ അക്കാദമിയുടെ ചെയർമാനായി അങ്ങ് സേവനമനുഷ്ഠിക്കണം.
ഈ റേഡിയോയിലൂടെ നമ്മളൊക്കെ പിന്നീട് ആ മഹാന്റെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും കിടന്നുപോയി കാണില്ല നമ്മുടെ ചെറുപ്പകാലത്ത്. അന്ന് ശബ്ദത്തിന് മാധ്യമമില്ലെന്ന് പറഞ്ഞ് അധികാരികൾ അവനെ അടിച്ചിറക്കിയപ്പോഴും വിങ്ങിപ്പൊടലോടുകൂടി തിരിച്ചു പോയപ്പോഴും പിന്നീട് കേരളം അറിയുന്ന, ഇന്ത്യ അറിയുന്ന, എന്തിന് ലോകം അറിയുന്ന ഒരു ഗായകനായി അദ്ദേഹം മാറിയ ആ ഗായകന്റെ പേരാണ് ഡോക്ടർ കെ.ജെ. യേശുദാസ്. പരാജയപ്പെട്ടവനല്ലേ, തോറ്റു പിന്മാറിയവനല്ലേ? തോറ്റവനാണ്, പിന്മാറിയില്ല, പരാജയപ്പെട്ടവനായിരുന്നു. അതാണ് മക്കളെ പരാജയങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല, വിജയങ്ങളുടെ ആരംഭമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. കഥ ഇഷ്ടമാണോ? അല്ല. കഥ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കുറച്ച് പേരുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ പിന്നെ കണ്ടോളാം. ഇംഗ്ലണ്ടിലെ ഞാൻ ആ കഥയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമം, അവിടെ ഒരു ക്രിസ്മസ് രാത്രി എന്ന് പറയുമ്പോൾ, ക്രിസ്മസ് രാവെന്ന് പറയുമ്പോൾ നമുക്കറിയാം സന്തോഷങ്ങളും ആഘോഷങ്ങളും വർണ്ണാഭമായ ലൈറ്റുകളും ക്രമീകരണങ്ങളും എല്ലാം, സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ചുറ്റുമുള്ള ചെങ്കല്ലും കൊണ്ട് പണിത ചെറിയ ചെറിയ വീടുകൾ. എല്ലാ വീടുകളിലെ സന്തോഷം, ആൾക്കാരൊക്കെ ആഘോഷത്തിന്റെ നിവർപ്പിലാണ്. ഞാൻ പറഞ്ഞ പോലെ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു വീട്ടിൽ മാത്രം ഇരുട്ടായിരുന്നു, കൂരാക്കൂരിട്ട്. കാരണം ആ വീട്ടിലുണ്ടായിരുന്നവരുടെ മനസ്സിലും ഇരുട്ടായിരുന്നു. അവിടെ ഒരു അമ്മയും ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു. ആ അമ്മയും കുഞ്ഞിന്റെയും മനസ്സിൽ സങ്കടത്തിന്റെ ഇരുട്ടായിരുന്നു. കാരണം അവരുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. ഹി വാസ് എ ഡ്രിങ്കർ. വെറും മദ്യപാനി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയെ ഉപദ്രവിക്കുന്നതായിരുന്നു. ആ മദ്യപിച്ച് എല്ലാ ദിവസവും രാത്രി ഭാര്യയെ ഉപദ്രവിക്കും. ആ ഭാര്യയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ തണുപ്പിൽ ആ കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ആ വീടിന് പുറത്താണ് കിടന്നുറങ്ങാറ്. ആ ചെളിക്കുള്ളിൽ കിടന്നാണ് ഉറങ്ങാറ്. ക്രിസ്മസ് രാത്രിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല, അന്നും അവരവിടെ പുറത്ത് തന്നെയായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പണി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടിന്റെ നെല്ലിപ്പലക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അന്ന് അവർ നിശ്ചയിച്ചു, ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. അവർ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ലണ്ടൻ നഗരത്തിലേക്ക് അന്ന് പാതിരാത്രിയിലൂടെ ഒരു ട്രെയിനിന് യാത്രയായി. ലണ്ടൻ നഗരത്തിലെത്തി ഗ്രാമത്തിൽ നഗരത്തിലേക്ക് വന്ന് ജോലി കണ്ടുപിടിക്കണം, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം. അവരവിടെ അന്വേഷിച്ച് നടന്ന അവസാനം ഒരു അംഗനവാടിയിൽ, അവിടുത്തെ ഒരു ഡേ കെയറിൽ ആയിട്ട് ജോലി കിട്ടി. ഇവിടെ ഇമാജിൻ ദ പേഴ്സ് ഓഫ് സച്ച് എ ജോബ് അല്ലേ? വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ആ അമ്മ ആ കുഞ്ഞിനെയുമായി ആ ലണ്ടൻ നഗരത്തിൽ ജീവിച്ചു. കാലങ്ങൾ പോയി. എല്ലാ ദിവസവും ജോലി ചെയ്ത് തിരിച്ചു വരുന്നു, കുഞ്ഞിനെ നോക്കുന്നു, കുഞ്ഞിനെ ഉറക്കുന്നു. അങ്ങനെ ദിനചര്യകൾ മുന്നേറി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൂരിപ്പേൽ കുരു എന്ന നിലയ്ക്ക് മറ്റൊരു പ്രശ്നം. ആ കുഞ്ഞ് ഉറങ്ങുന്നില്ല. രാത്രിയിൽ ആ കുഞ്ഞ് ഉറങ്ങുന്നില്ല. ആ കുഞ്ഞിന് കഥ കേൾക്കണം. കഥ കേട്ടാലേ കുഞ്ഞ് ഉറങ്ങും. കഥ പോലും കഥ. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞാലേ കഥ അല്ലേ? എന്റെ മക്കളോട് ഞാൻ അങ്ങനെ പറയായിരിക്കും. പക്ഷെ ആ അമ്മ അങ്ങനെയല്ല. കഷ്ടപ്പാടിന്റെ കണ്ണീർ ഒരു കൈ കൊണ്ട് തുടച്ച് മറ്റൊരു കൈ കൊണ്ട് ആ ഊഞ്ഞാലാട്ടിക്കൊണ്ട് ആ കുഞ്ഞിനോട് കഥ പറഞ്ഞു കൊടുത്ത് എല്ലാ രാത്രികളിലും ആ കുഞ്ഞിനെ ഉറക്കി. അങ്ങനെ പോയപ്പോഴാണ് പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു പത്രക്കുറിപ്പ് കണ്ടത്. പത്രാധിപർ എഴുതിയിരിക്കുകയാണ്, എഡിറ്റർ എഴുതിയിരിക്കുകയാണ്, കഥ നല്ല കഥകൾ അയച്ചു തരുന്നവർക്ക് തുച്ഛമായ എന്തോ പ്രതിഫലം 50 ഷില്ലിങ്ങോ മറ്റോ നൽകാണ്. ഒരു തമാശയ്ക്ക് തലേന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത കഥ ആ അമ്മ ഒരു കടലാസിൽ എഴുതി ആ പത്രാധിപർക്ക് അയച്ചു കൊടുത്തു. പത്രാധിപർക്ക് അത് കിട്ടി. അവരത് വായിച്ചു നോക്കി. പതിവ് പോലെ അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടിയിലേക്ക് കിട്ടും. എല്ലാവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വിശ്വാസികൾ ദൈവത്തിന്റെ കയ്യൊപ്പൊന്നും യുക്തിവാദികൾ ഒരുപക്ഷെ ഒരു ബ്രേക്ക് ത്രൂ ഇവന്റ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടാവും. അത്തരമൊരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്റെ ജീവിതം മാറി മറിയും, മറ്റന്നാൾ ജീവിതം മാറി മറിയും. കഷ്ടപ്പാടിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുക. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഈ അമ്മയ്ക്ക് വന്നുണ്ടായി. അതെങ്ങനെയാന്നല്ലേ? ഒരു സവിശേഷമായ ഒരു ഹോംവർക്ക് ഹാബിറ്റ് ഉള്ള ഒരു കുഞ്ഞായിരുന്നു ആ പത്രാധിപരുടെ മകള്. അവര് ഈ പത്രാധിപർ വലിച്ചെറിയുന്ന കടലാസുകളെല്ലാം എടുത്തിട്ട് ആ കടലാസിന്റെ മറുപുറത്താണ് അവന് ഹോംവർക്ക് എടുക്കുന്നത് ആ കുഞ്ഞ്. അതുപോലെ ഈ പത്രക്കടലാസം എടുത്തു, ഈ കഥ എഴുതിയ കടലാസം എടുത്തുകൊണ്ട് ആ കുഞ്ഞ് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ she just flipped the paper. She found a wonderful story there. A story of a sea, of a rainbow, of a സാഗരത്തിന്റെ ഒരു കഥ.
മഴവില്ലുകളുടെ ഒരു കഥ ആ കുഞ്ഞിന്റെ മനസ്സ് നിറഞ്ഞാടി. ആ കഥയുമായി ആ കുഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു, പത്രാധിപരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, നിങ്ങളിത് വായിക്കണം. അച്ഛൻ ആ കഥ വായിച്ചു. മകള് പറഞ്ഞല്ലേ വായിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ കഥ വായിച്ചു. മനോഹരമായ കഥ, ഇത് നല്ലൊരു കഥ. അവര് എത്രയും പെട്ടെന്ന് 50 ശില്ലിങ് ആ കഥാകൃത്തിന് ആ അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ നുണ പറയാറുണ്ടോ? കുഞ്ഞുങ്ങൾ നുണ പറയാറുണ്ടോ? ജോസിന് പറയാറുണ്ടോ? അല്ലേ, ഞാൻ പറയാറുണ്ട്. നുണ പറയുന്നവരെ കൈ കൊതിക്കാം. ഞാൻ 2 കൈ കൊതിക്കാം. നമ്മളൊക്കെ നുണ പറയാറുണ്ട്. ഇഷ്ടം പോലെ നുണ പറയുന്നല്ലേ രസം. ഇല്ലെങ്കിൽ എന്താ, ഇന്ന് രാവിലെ ഭാര്യയുടെ സാരിയുടെ പ്ലീറ്റ് പിടിച്ചു കൊടുത്തപ്പോ നീ എന്ത് സുന്ദരിയാന്ന് എല്ലാരും പറഞ്ഞു കാണത്തില്ലേ? എല്ലാരും നുണ പറയുന്നവരാ. പക്ഷെ അതുകൊണ്ട് തമാശ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞൊരു നുണയാണ്. ഐ ടോൾഡ് യു എ ലൈ. ഞാൻ നിങ്ങളൊരു കഥ പറയാമെന്നല്ല പറഞ്ഞത്, പക്ഷെ അതൊരു കഥയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് കഥ പറയാമെന്ന് പറഞ്ഞൊരു നുണയായിരുന്നു. ഞാൻ ചരിത്രം നിങ്ങളിൽ ആവർത്തിക്കുകയായിരുന്നു. ചരിത്രം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ പിന്നോട്ടൊന്നും പോകേണ്ട ഒരു ജീവിക്കുന്ന ചരിത്രം. ഞാൻ നിങ്ങളോട് നുണ പറയാൻ കാര്യം, ഞാനിപ്പോ പറഞ്ഞ സ്ത്രീയെ പറ്റി എന്നേക്കാളേറെ ആ പാതിരായിക ലണ്ടൻ നഗരത്തിലേക്ക് കുഞ്ഞിനെയുമായി ട്രെയിനിൽ കയറി പോയ ആ സ്ത്രീ കഷ്ടപ്പാടുകളിൽ നിന്ന് കഷ്ടപ്പാടുകളിലേക്ക് പോയി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്ത്, കണ്ണീരോടുകൂടി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോയ ആ സ്ത്രീ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ സ്ത്രീയെ പറ്റി എന്തിനു നുണ പറഞ്ഞു വെച്ചാൽ ആ സ്ത്രീ എന്നേക്കാളേറെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ഓരോരുത്തരും നെഞ്ചോടെ ചേർത്ത് വെക്കുന്ന ഒരാളാണ്. പരാജയപ്പെട്ടവളായിരുന്നു അവൾ. മുന്നേറി വന്നത്, ജീവിതത്തിൽ മുന്നോട്ട് പോയി ആ കഥകൾ എഴുതി വലിയൊരു കഥാകാരിയായി മാറി. നിങ്ങളൊക്കെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ജോവാൻ കാതറിൻ. അറിയാമോ ആരാണ് ജോവാൻ കാതറിൻ? നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുണ്ടാവില്ല. J.K. റൗളിംഗ്. നിങ്ങൾ കേൾക്കുന്ന ദ ഹാരി പോട്ടർ ആൻഡ് ദ സീരീസ്, ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത കഥ ഹാരി പോട്ടർ ആൻഡ് സീരീസ്. ജോവാൻ കാതറിൻ എന്ന യുവതി J.K. റൗളിംഗിലേക്ക് എത്തിയത് പരാജയത്തിന്റെ മുൾമുടിയിൽ നിന്നുകൊണ്ടാണ്, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വന്നുകൊണ്ടാണ്. ഇത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളുടെ പടുകുഴിയിൽ നിന്ന് മുന്നോട്ട് വരാൻ ആ സ്ത്രീക്കായെങ്കിൽ പരാജയങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല, എല്ലാത്തിന്റെയും തുടക്കമാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായങ്ങളുമായി കഷ്ടപ്പാടുകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന് വിജയങ്ങളിലേക്ക് വരാൻ ഇവരുടെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ടെങ്കിൽ സുഭിക്ഷങ്ങളായ സൗകര്യങ്ങളുള്ള നമ്മളുടെ ജീവിതത്തിൽ നിന്നും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് സാധിക്കും. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ അതിന് സാധിക്കട്ടെ. മാതാപിതാക്കളായ നമ്മൾക്കെല്ലാവർക്കും അവർക്ക് അതിന് പ്രചോദനമാകാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഓണാഘോഷത്തിലേക്ക് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. പരിപാടി ആരംഭിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓണാഘോഷം.